കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം വീണ്ടും സജീവമാവുകയാണ്. 15ാം നിയമസഭയുടെ കാലാവധി 2026 മെയ് 23-ന് അവസാനിക്കാനിരിക്കെ സംസ്ഥാനം മറ്റൊരു വിധിയെഴുത്തിനായി തയ്യാറെടുക്കുന്നു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നീക്കങ്ങൾ പരിശോധിച്ചാൽ മാർച്ച് പകുതിയോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമെന്നാണ് സൂചനകൾ. കേരളത്തോടൊപ്പം തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ദേശീയ രാഷ്ട്രീയത്തിലും ഈ പോരാട്ടം അതീവ പ്രാധാന്യമർഹിക്കുന്നു. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനങ്ങളും പ്രധാന പദ്ധതികളും ഉദ്ഘാടനങ്ങളും പൂർത്തിയായ ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിക്കാറുള്ളത്. 2026 സാഹചര്യം ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. മാർച്ച് ആദ്യവാരത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും സംഘവും കേരളത്തിൽ സന്ദർശനം നടത്തും. രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക. കേരളത്തിൽ ഇത്തവണയും വോട്ടെടുപ്പ് ഒറ്റഘട്ടമായി നടത്താനാണ് കമ്മീഷൻ ആലോചിക്കുന്നത്. ഏപ്രിൽ 2ാം വാരത്തിലോ അല്ലെങ്കിൽ വിഷുവിന് ശേഷമോ വോട്ടെടുപ്പ് നടന്നേക്കാം. മെയ് പകുതിയോടെ വോട്ടെണ്ണൽ പൂർത്തിയാക്കി പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന രീതിയാണ് ക്രമീകരണങ്ങൾ. കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഇപ്പോൾ പ്രധാന വിഷയം മാർച്ച് 11-ന് നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനമാണ്. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന NDAയുടെ മഹാസമ്മേളനത്തിൽ വെച്ച് സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അദ്ദേഹം പ്രകാശനം ചെയ്യും. റെയിൽവേ വികസനം, അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം തുടങ്ങിയ കേന്ദ്ര പദ്ധതികളുടെ പ്രഖ്യാപനം സന്ദർശന വേളയിൽ ഉണ്ടായേക്കാം. മെട്രോ റെയിൽ 2ാം ഘട്ടം, അതിവേഗ റെയിൽവേ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം കേരളം ഉറ്റുനോക്കുന്നു. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ദിവാന സഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിലൂടെ തീരദേശ വോട്ടർമാരിലേക്കും നേരിട്ടെത്താമെന്നാണ് BJP ലക്ഷ്യമിടുന്നത്. കൂടാതെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചകളും NDA ക്യാമ്പ് ഏറെ പ്രാധാന്യത്തോടെ കാണുന്നു. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന LDFും അധികാരം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന UDFും നിർണായക ശക്തിയാകാൻ ഒരുങ്ങുന്ന NDAയും തമ്മിലുള്ള ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 3ാം തവണയും അധികാരം നിലനിർത്താനാണ് ഇടത് മുന്നണി ശ്രമിക്കുന്നത്. വികസന നേട്ടങ്ങളും കേന്ദ്ര അവഗണനയും പ്രധാന പ്രചാരണ വിഷയങ്ങളാകും. ചില സിറ്റിംഗ് MLAമാർക്ക് ഇളവ് നൽകിക്കൊണ്ട് കരുത്തുറ്റ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് CPMന്റെ നീക്കം. 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനാണ് UDFന്റെ ശ്രമം. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ യാത്രയും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അണികളിൽ ആവേശം നിറയ്ക്കുന്നു. മാർച്ച് ആദ്യവാരത്തോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കോൺഗ്രസ് ലക്ഷ്യമിടുന്നു. ഇത്തവണ 30 സീറ്റുകളിലെങ്കിലും വിജയിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് BJP നീങ്ങുന്നത്. 2020 പോലുള്ള പ്രാദേശിക കക്ഷികളെ മുന്നണിയിൽ ഉൾപ്പെടുത്തി വോട്ട് വീതം വർദ്ധിപ്പിക്കാനാണ് ശ്രമം. കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ ഇത്തവണ വോട്ടെടുപ്പ് ഘട്ടങ്ങൾ കുറയ്ക്കാനുള്ള ആലോചനയിലാണ് കമ്മീഷൻ. 2021-ൽ 8 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പ് ഇക്കുറി 3ഓ 4ഓ ഘട്ടങ്ങളായി ചുരുങ്ങിയേക്കാം. തമിഴ്നാട്ടിൽ കമ്മീഷൻ ഇതിനോടകം തന്നെ ഒരുക്കങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. ഈ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിലെ ശക്തി പ്രകടനമായി വിലയിരുത്തപ്പെടും. 2026-ലെ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ ഒരു ഘടകം പ്രവാസി വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവാണ്. ഏകദേശം 2.23 ലക്ഷം വിദേശ വോട്ടർമാർ ഇത്തവണ വോട്ടർ പട്ടികയിലുണ്ട്. കൂടാതെ 4 ലക്ഷത്തിലധികം പുതിയ വോട്ടർമാരും ഇത്തവണ കന്നി വോട്ട് രേഖപ്പെടുത്തും. യുവാക്കളുടെയും പ്രവാസികളുടെയും നിലപാട് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. കേരളം ആര് ഭരിക്കണം എന്നതിനേക്കാൾ വരും ദശകങ്ങളിൽ സംസ്ഥാനത്തിന്റെ വികസനവും രാഷ്ട്രീയ ദിശാബോധവും നിശ്ചയിക്കുന്ന ഒന്നായിരിക്കും 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. വിദ്വേഷ പ്രചാരണങ്ങൾക്കും വിവാദങ്ങൾക്കും അപ്പുറം ജനകീയ വിഷയങ്ങൾ ചർച്ചയാകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യം ആഗ്രഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പുറത്തുവിട്ട പ്രകടന പത്രികകളും സ്ഥാനാർത്ഥി പട്ടികകളും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയുടെ സൂചനകളാകും. തിരുവനന്തപുരം ജില്ലയിലെ നേമം, വട്ടിയൂർക്കാവ്, തൃശൂർ, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ LDF, UDF, NDA മുന്നണികൾ തമ്മിൽ അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് നടക്കാറുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ ഈ മണ്ഡലങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. തീരദേശ മണ്ഡലങ്ങളിൽ ലത്തീൻ കത്തോലിക്ക സഭയുടെയും ദിവാന സമുദായത്തിന്റെയും നിലപാടുകൾ നിർണായകമാകും. അതുപോലെ മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനവും മധ്യ തിരുവിതാംകൂറിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ നിലപാടുകളും ഫലത്തെ സ്വാധീനിക്കും. ഇത്തവണ പ്രവാസി വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട്. മലപ്പുറം, കണ്ണൂർ, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലെ മണ്ഡലങ്ങളിൽ പ്രവാസികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും താൽപര്യങ്ങൾ വിജയ പരാജയങ്ങളെയും നിർണയിച്ചേക്കാം. ഇത്തവണ പല മണ്ഡലങ്ങളിലും പുതുമുഖങ്ങളെയും യുവ സ്ഥാനാർത്ഥികളെയും ഇറക്കി വോട്ടർമാരെ ആകർഷിക്കാൻ മുന്നണികൾ ശ്രമിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണത്തിന് ശേഷം യുവാക്കളായ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചത് ഇത്തരം മണ്ഡലങ്ങളിൽ നിർണായകമാകും. ചുരുക്കത്തിൽ പ്രാദേശിക വികസന പ്രശ്നങ്ങളും സംസ്ഥാന രാഷ്ട്രീയം ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന വേദികളായി കേരളത്തിലെ ഓരോ മണ്ഡലവും മാറിക്കഴിഞ്ഞു.